ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ലഞ്ചിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിത് കറിയൊന്നും ഇല്ലെങ്കിലും പെട്ടെന്ന് ഒന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അത് നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് 1 കപ്പ് ചിരകിയ നാളികേരം ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് ചേർക്കുക. അല്ലെങ്കിൽ നമുക്ക് കുഴച്ചെടുക്കുമ്പോൾ അതിങ്ങനെ കഷ്ണമായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ എടുക്കണമെങ്കിൽ കൂടുതലും എടുക്കാം, കുറച്ചായിട്ട് എടുക്കണമെങ്കിൽ കുറച്ചായിട്ട് എടുക്കാം. പക്ഷേ കൂടുതൽ 1 കപ്പെങ്കിലും ഉണ്ടെങ്കിലാണ് അത് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നുള്ളൂ കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ടത് ചുവന്നുള്ളിയാണ്. ഒരു വലിയ പിടി ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കുക കേട്ടോ. അല്ലെങ്കിൽ ഏതാണ്ട് ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് അരിഞ്ഞതിന് ശേഷം ഉണ്ടായിരിക്കും ചുവന്നുള്ളി. അതിങ്ങനെ കൈകൊണ്ടൊന്ന് അടർത്ത് അതിൻ്റെ ആ ഒരു അല്ലികളൊക്കെ ഒന്ന് അടർത്തിയിട്ട് ഇതിലേക്ക് ചേർക്കുക. അല്ലെങ്കിൽ നമുക്ക് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് പരത്തുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവും. പിന്നെ ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ചേർക്കുക. കറിവേപ്പില ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് അരിഞ്ഞതും ചേർക്കുന്നുണ്ട്. അതും ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ പച്ചമുളകിൻ്റെ ആവശ്യമില്ല. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇതിലേക്ക് ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കുക. കുറച്ചൊരു ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ ഈ മാവ് പെട്ടെന്ന് സോഫ്റ്റ് ആവും. ഇതിൽ ഗ്ലൂട്ടൻ ഉള്ള കാരണം കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിക്കുകയാണ് കുറച്ചും കൂടി നന്നാവുക കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്നില്ലേ, അതേപോലെ തന്നെ വെള്ളം കൂടാനും പാടില്ല, ഒട്ടും കുറയാനും പാടില്ല, ഒരു രീതിയിൽ കേട്ടോ. ഇപ്പോൾ അതാ ചെറിയ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. അത് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയിട്ട് സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കുക കേട്ടോ. ഒന്ന് ഡസ്റ്റ് ചെയ്തിട്ട് പൊടിയിലൊന്ന് ഡസ്റ്റ് ചെയ്യുക, എന്നിട്ട് പരത്തിയെടുക്കുക. നല്ല കനം കുറച്ചിട്ട് പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം, കട്ടി ഉണ്ടാവരുത്. ഇത് ഉരുളകളാക്കുമ്പോൾ ഒരു ചെറുനാരങ്ങയുടെ അത്രയും വലുപ്പത്തിലുള്ള ഉരുളകളാക്കി എടുത്താൽ മതി. എന്നിട്ട് നല്ല കനം കുറച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ ഇതാ പരത്തിയിരിക്കുന്നത്, കണ്ടില്ലേ? ഇതുപോലെ പരത്തിയെടുക്കുക. എന്നിട്ട് സാധാരണ നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ തന്നെ ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ നാളികേരം നല്ല പൊടിയായിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഉള്ളി ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് ഞെരടിയിട്ടാണ് ഇതിൽ ചേർത്തിട്ട് കുഴച്ചെടുക്കാവൂ. അല്ലെങ്കിൽ ഇങ്ങനെ കഷ്ണമാകുമ്പോൾ നമുക്കിത് പരത്തി എടുക്കുമ്പോൾ അത്ര ഈസി ആവില്ല. ഇങ്ങനെയാകുമ്പോൾ പിന്നെ പെട്ടെന്ന് പരത്തിയെടുക്കാൻ പറ്റും. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പ്രസ് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇങ്ങനെ നന്നായിട്ട് ചപ്പാത്തി ചുട്ടെടുക്കുക. ആദ്യമേ ഇതിലേക്ക് തവയിലേക്ക് ഇടുമ്പോൾ തന്നെ കുറച്ച് നെയ്യ് 2 സൈഡിലും പുരട്ടിയിട്ട് ചുട്ടെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ രണ്ടാമത് ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിനൊന്നും ഇല്ല എന്നുള്ള സമയത്തൊക്കെ പെട്ടെന്നൊന്ന് തട്ടിക്കൂട്ടാൻ പറ്റിയൊരു സംഭവമാണത്. അല്ലെങ്കിൽ നമുക്ക് കറി ഉണ്ടാക്കാൻ വെജിറ്റബിൾസ് ഒന്നും ഇല്ലെങ്കിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക്